കുടുംബത്തെ സഹായിക്കുന്നതിന് ഈ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന നിതിൻ രാജ് മരണപ്പെട്ട സാഹചര്യത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തു. അന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ കുടുംബത്തിനൊരു വീട് വച്ച് നൽകുന്നതിലേക്ക് വേണ്ടി പാർട്ടി തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി ഇന്ന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവ് നൽകിയ ചെക്കാണ് നമ്മളിന്ന് ഇവിടെ നിതിൻ രാജിൻ്റെ പിതാവ് രാജന് കൈമാറിയത്. ആദ്യ ഘട്ടമാണ് നൽകിയത്. അടുത്ത ഘട്ടം ഈ വീട് നിർമ്മാണം അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കും. അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപയുടെ ചെക്ക് നമ്മളിന്ന് വിതരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ നിയമസഹായം ആവശ്യമായിട്ടുള്ള നിയമസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പിതാവ് രാജനുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഹായം നൽകുന്നതിന് വേണ്ടി 2 അഭിഭാഷകരെ ഈ കാര്യങ്ങൾ വളരെ സസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമസഹായം നൽകുന്നതാണ്. 2 അഭിഭാഷകരെ നമ്മളിവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഉവൈസ് ഖാനെയും അഡ്വക്കേറ്റ് B ജയചന്ദ്രൻ നായരെയും ഇവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നിയമസഹായം നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നതിലേക്ക് വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയതായിട്ടും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അറിയിച്ചിട്ടുണ്ട്. എന്തായിരുന്നാൽ ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഈ കാര്യങ്ങളിൽ ഈ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇത് കേരളം പോലെയുള്ള ഒരു സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മളെല്ലാവരും അപമാനിതരാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ജാതിയുടെ പേരിൽ അതുപോലെ തന്നെ വർണ്ണത്തിൻ്റെ പേരിൽ ഈ കുട്ടികളെ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് 2-3 ദിവസമായി ആ കുട്ടികൾ തന്നെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് ഗുരുതരമായിട്ടുള്ള ഈ പട്ടികജാതി പീഡനം അതനുസരിച്ചിട്ടുള്ള കേസെടുത്ത് ഇവരെയൊക്കെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടതാണ്. ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുകയാണ്. ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഭയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതിലേക്ക് വേണ്ടി പോകുന്ന കുട്ടികൾ അവർ ഭയന്നാണ് അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഓരോരോ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കുട്ടികളെ ആക്രമിക്കുക, പെൺകുട്ടികളെ ഉപദ്രവിക്കുക, ആൺകുട്ടികളെ വിളിച്ച് അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ഏത് കാലത്താണ് നടക്കുന്നത്? അപ്പോൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. മാതൃകാപരമായിട്ടുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അവരൊക്കെ ആ പേരിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. അവരെയൊക്കെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണം. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജനും അതുപോലെ തന്നെ ഈ നിതിൻ രാജിൻ്റെ മാതാവും അവര് നിത്യവൃത്തിക്ക് വേണ്ടി കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. പെയിന്റിംഗ് തൊഴിലാളികളാണ്. അമ്മ തൊഴിലുറപ്പ് പദ്ധതിയിലെ ജീവനക്കാരിയാണ്. അപ്പോൾ അവരുടെ തൊഴിലിനെ പറഞ്ഞു പോലും അവമാനിക്കുകയാണ്. അവരുടെ ജാതി പറഞ്ഞ് അവമാനിക്കുകയാണ്. അവരുടെ നിറം പറഞ്ഞ് അവമാനിക്കുക. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ശക്തമായി കോൺഗ്രസ് പാർട്ടിയും UDFും ഈ കാര്യത്തിൽ ഈ കുടുംബത്തെ പിന്തുണച്ചുകൊണ്ട് ഈ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായി കുടുംബത്തിന് എല്ലാവിധമായ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും.
അത് സാമ്പത്തികമായി കുടുംബത്തെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യും. അതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഈ കുട്ടിയുടെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുന്നതിലേക്ക് വേണ്ടി പാർട്ടി തീരുമാനപ്രകാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങളിവിടെ നൽകിയത്. ബാക്കി തുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘട്ടഘട്ടമായി വീട് നിർമ്മാണം ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്ത് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. പിന്നെ പലപ്പോഴും നമുക്കറിയാം ഈ നിയമസഹായം നൽകുക എന്ന് പറയുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ സിദ്ധാർത്ഥൻ്റെ മാതാവ് ഇവിടെ വന്നു, അമ്മ ഇവിടെ വന്നു. അവർ പറയുന്ന സങ്കടങ്ങൾ കേട്ടാൽ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നു എന്നുള്ളതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ഇവിടെ ആ ചെറുപ്പക്കാരൻ അവിടെ മരണപ്പെട്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവരിന്നലെ പറഞ്ഞാണ് എന്നോട്, ആ സഹപാഠികൾ ഇവിടെ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരവിടെ പോയി ആഹ്ലാദ പ്രകടനം നടത്തിയെന്നുള്ളതാണ്. 2 പേരെ സസ്പെൻഡ് ചെയ്തവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ അവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുന്നതിലേക്ക് വേണ്ടിയാണ്. അത് AICC തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ അദ്ദേഹത്തെ വിളിച്ച് മാതാവിനെ വിളിച്ച് സംസാരിച്ചു. അതിലേക്ക് വേണ്ടിയാണ് 2 അഭിഭാഷകരെ നമ്മളിവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഈ കുടുംബത്തോടൊപ്പം എപ്പോഴും കോൺഗ്രസ് പാർട്ടിയും UDF ഉണ്ടായിരിക്കും. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ജില്ലയെയും നമ്മുടെ സംസ്ഥാനത്തെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു നിതിൻ രാജിൻ്റെ വിയോഗം. അദ്ദേഹം മരണത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം, നിതിൻ രാജിൻ്റെ മരണം ആ കുടുംബത്തെ അനാഥമാക്കി. അപ്പോൾ ഈ പ്രശ്നം വളരെ ഗൗരവത്തിൽ തന്നെ ആദ്യം മുതൽ തന്നെ CPIM എന്ന നിലയിലും അവിടുത്തെ MLA എന്നുള്ള നിലയിലും അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഞങ്ങളാകെ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് ആ കുടുംബത്തിന് പാർട്ടി കൊടുത്ത വാക്കാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ DGPയെ MLAയുടെ നേതൃത്വത്തിൽ കണ്ടിരുന്നു. അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയിലെ മന്ത്രിയും പാർട്ടിയുടെ സമുന്നത നേതാവുമായ സഖാവ് V ശിവൻകുട്ടി ആ വീട് സന്ദർശിച്ചതേ ഉറപ്പ് അവർക്ക് നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ന് ഞങ്ങളൊരു കൂടിയാലോചന നടത്തി. ആ കൂടിയാലോചനയുടെ ഫലമായി ആ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നല്ലോ നിതിൻ. ഇതിൻ്റെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് CPIM വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വീട് നിർമ്മിക്കുന്നത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് 14 തീയതി, 19 തീയതി വൈകുന്നേരം 5 മണിക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വീടിന് തറക്കല്ലിടും. ഇന്നിപ്പോൾ ഇവരെല്ലാവരും സഖാവ് V ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ഞങ്ങളൊരു പൊതു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. ചുമതലകൾ ഓരോരുത്തരെയായി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തറക്കല്ലിടുന്നതിൻ്റെ പിന്നാലെ തന്നെ പിറ്റേ ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് വളരെ പെട്ടെന്ന് മിന്നൽ വേഗതയിൽ ഞങ്ങൾ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും. ആ കുടുംബ കമ്മിറ്റിക്ക് വേണ്ടി ഔദ്യോഗികമായി അറിയിക്കാം. അതിലിപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പ്രഖ്യാപിച്ചതിൻ്റെ പല ദുരനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബത്തോട് ഞങ്ങളുടെ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളിപ്പോൾ ആലോചിച്ചപ്പോൾ തന്നെ ആ കുടുംബത്തോട് ഈ ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തെ കുടുംബം കൂടിയാണ് Gracias.
അതെ, സസ്പെൻഷനിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഞങ്ങൾ എല്ലാ നടപടികളും ആവശ്യപ്പെടുകയാണ്. അവിടെ കണ്ണൂർ ജില്ലാ പാർട്ടിയും ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം തന്നെയാണ് ഞങ്ങൾ ആ അഭിപ്രായം പങ്കുവച്ചിരുന്നു. തന്നെയുമല്ല, നിർഭയമായ അഭിപ്രായം പറഞ്ഞ കുറേ കുട്ടികളുണ്ട്. നമ്മുടെ ജില്ലയിലുള്ള കുട്ടികളുമുണ്ട്, അല്ലാതെയുള്ള കുട്ടികളൊക്കെയാണ്. അവർക്ക് അവരുടെ അക്കാഡമിക് ജീവിതത്തിലോ അല്ലാതെയോ ഒരു തരത്തിലുള്ള ഭീഷണിയും അനുവദിക്കാൻ കഴിയില്ല. അക്കാര്യത്തിലും പാർട്ടി അവരുടെ എല്ലാം സംരക്ഷകരായി ഉണ്ടാകും. ആ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ ചില ആശങ്കകളാണ്. അവരുടെ കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിർഭയം പ്രതികരിച്ച കുട്ടികൾ, അവർക്ക് ചില ആശങ്കകൾ അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ട്. അപ്പോൾ ആശങ്കകളുടെയും ആവശ്യമില്ല എന്ന് അറിയിക്കുകയാണ്. ഈ നിർഭയമായി നിതിൻ രാജിന് വേണ്ടി അവിടെ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ എല്ലാവർക്കുമുള്ള പ്രൊട്ടക്ഷൻ, അതിൻ്റെ കാര്യത്തിലും പാർട്ടി CPIM കൂടെ ഉണ്ടാകും. പിന്നെ നടപടി ശക്തമായി വന്നിട്ടുണ്ട്. നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബാംഗങ്ങൾ DGPയുമായി തന്നെ കൂടിയാലോചന കണ്ട് അവരുടെ ഗ്രീവിയൻസ് എല്ലാം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ടീച്ചറും സാറും പ്രൊഫസറും അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ കുട്ടികൾ പരാതി നൽകുന്നുണ്ടായിരുന്നു. അവർ പരാതി പോലും ഗൗരവമായി എടുത്തിട്ടില്ല. അപ്പോൾ മാനേജ്മെന്റ് ഇതിന് കുറ്റക്കാരാണ്. അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മാനേജ്മെന്റിനും ഈ സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിനും നല്ല വിവരമുണ്ട്. മാനേജ്മെന്റിനെ മാത്രം നമ്മൾ മാറ്റി നിർത്തുന്നതിന് വേണ്ടി കഴിയില്ല. എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബന്ധപ്പെട്ട കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഇന്റേണൽ മാർക്ക് ഗവൺമെന്റ് വളരെ ഗൗരവത്തോടുകൂടി ഇന്റേണൽ മാർക്കിനെ സംബന്ധിച്ചത് ആലോചിക്കുന്നു. ഒരു വ്യക്തിയാണ് മാർക്ക് ദാനം ചെയ്യുന്നത്. അപ്പോൾ വേറെ ആരുടെയും അനുവാദം വേണ്ട. ഒരു വിദ്യാർത്ഥിയുടെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ വേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മാർക്ക് കൊടുക്കാം. അത് മാറ്റിയിട്ട് ഒരു ബോർഡോ ഒരു അക്കാഡമിക് കമ്മിറ്റിയോ രൂപീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ആലോചിക്കണം. ആ അക്കാഡമിക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായി ഓരോ കുട്ടികൾക്കും ഇന്ത്യയുടെ മാർക്ക് കൊടുക്കുന്ന വിശേഷം വരും. ഇതിപ്പോ ഈ രാജ്യത്താകെയുള്ള ഇന്റേണൽ മാർക്കിന്റെ സംവിധാനം ഉള്ള സ്ഥലത്തെ പരിശോധിച്ച് നോക്കിയാൽ മഹാഭൂരിപക്ഷം വന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ട്. അപ്പൊ ഈ ഇന്റേണൽ മാർക്ക് സിസ്റ്റം കുട്ടികളെ ഒരുപാട് പീഡിപ്പിക്കുന്നു. കുട്ടികളെ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോളേജിൽ പോകുന്നതിന് വേണ്ടി പോലും താല്പര്യമില്ലാത്ത നിലയിലെത്തിയ കാര്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. അപ്പോൾ ഇന്റേണൽ മാർക്കിന്റെ ഈ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആലോചന അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ അവിടെ സൂചിപ്പിക്കുകയാണ്. 1 മുതൽ 10 വരെ അത് നടപ്പിലാക്കി. ഇപ്പോൾ അവിടെ അധ്യാപകർ കൂട്ടായി ആലോചിച്ചുകൊണ്ടാണ് ഇന്റേണൽ മാർക്ക് കൊടുക്കുന്നത്. ഒരു അധ്യാപകൻ മാത്രം ഒരു കുട്ടിക്ക് ഇഷ്ടം പോലെ മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അതേ രൂപത്തിൽ ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാനേജ്മെന്റ് ഈ കാര്യത്തിൽ മാനേജ്മെന്റിന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. ഈ നടന്ന എല്ലാ കാര്യങ്ങളിലും മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. അല്ല, ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ഇന്നും ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥലത്തില്ല. അദ്ദേഹം വന്ന പറഞ്ഞതിനെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം. എന്താ നമ്മളെ മുന്നിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആ മകന്റെ വേർപാടാണ്.
അതുമായി ബന്ധപ്പെട്ട് പല ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി പല കഥകളും കൊണ്ടുവരും. ചിലപ്പോൾ ചില്ലറ കാര്യങ്ങൾ ശരിയായിരിക്കാം. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഈ മകൻ അവൻ എങ്ങനെ ആത്മഹത്യ ചെയ്തു, അവൻ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാര്യം എന്താണ്, ഈ കഴിഞ്ഞ കുറേ നാളുകളായി അവൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി ആയത് മുതൽ അവൻ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് അന്വേഷണത്തിന് വരേണ്ട കാര്യങ്ങൾ. അത് ആ ശ്രദ്ധ തിരിച്ചുവിട്ടാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതിവിടെ റാഗിംഗ് അല്ലെന്ന്, ഇവിടെ പച്ചയ്ക്ക് ജാതി പിടിച്ച് ആക്ഷേപിക്കുക, അത് റാഗിംഗ് തന്നെ. ബോഡി ഷെയ്മിംഗ് ആണ്, റാഗിംഗ് ആണ്, കളിയാക്കലാണ്, ഭീഷണിപ്പെടുത്തലാണ്, ഒക്കെയാണ്. കുട്ടികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാം. വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായി പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥി സംഘടനകൾ, ഏത് സംഘടന ഞാൻ പറയുന്നില്ല, എല്ലാ സംഘടന, ഏത് വിദ്യാർത്ഥി സംഘടന ആയിരുന്നാലും വിദ്യാർത്ഥി സംഘടനകൾ ഫലപ്രദമായി പ്രൊഫഷണൽ കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സ്കൂൾ വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ സംഘടനാപരമായി മാന്യമായി പ്രവർത്തിക്കുന്ന സ്ഥലത്തൊന്നും റാഗിംഗ് ഉണ്ടാവുന്നില്ല. ഉണ്ടായാൽ ആ സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ചെറുക്കാൻ വേണ്ടി വരികയാണ്. വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും അവരെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ആർക്കും എന്തും ആവാം, മാനേജ്മെന്റിന് എന്തും ആവാം എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ള സംബന്ധിച്ച് അറിയേണ്ടത്. ഇപ്പോൾ തന്നെ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം യുവജന വിദ്യാർത്ഥി സംഘടനകളായിരുന്നല്ലോ അവിടെ ഇതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി വന്നത്. അവർ വന്നതിന് ശേഷമാണല്ലോ ആ കോളേജിലെ കുട്ടികൾക്ക് ഒരു വാക്കെങ്കിലും ധൈര്യത്തോടുകൂടി പറയുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിൽ അവർ എത്തിയത്. അല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണെന്നല്ലോ. ഒരു കുട്ടിയെ പോലും ഇങ്ങോട്ട് വരാൻ വേണ്ടി സമ്മതിച്ചില്ലല്ലോ. മാനേജ്മെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ടത് വെച്ചാൽ എന്തുകൊണ്ട് സ്കൂൾ മാനേജറും മാനേജ്മെന്റിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും അവരെ ഈ ബോഡിയും കൊണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ മകന്റെ വീട്ടിലത്തേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് അവരോടൊപ്പം ഇവിടെ വന്ന് അനുശോചനം രേഖപ്പെടുത്തി രക്ഷകർത്താക്കളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോയില്ല എന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ള വിഷയവും ജനങ്ങളുടെ മനസ്സിൽ അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യത്വമില്ലാത്ത ഒരു നടപടിയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.